ഹായ് ഹലോ. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മളുടെ മെയിൻ പരിപാടി ഈ കാണുന്ന അടീന്യത്തിനെയും പ്രൂണിങ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാണുന്ന അടീന്യം ഒരു 1 ഇയറായിട്ട് ആ ഒരു പോട്ടിൽ നിൽക്കുകയാണ്. ഇങ്ങനെ നീളം വെക്കുന്നതല്ലാതെ അതിൽ പൂവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതാണ് ഞാൻ പ്രൂണിങ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനുമായിട്ട് തീരുമാനിച്ചത്. പുതിയൊരു ബ്ലേഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്രീൻ കളർ മാറിയിട്ട് ഒരു ഹാഷ് കളറായിട്ടുള്ള സ്റ്റെമ്മ് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഈ കട്ട് ചെയ്യുന്ന 2 സ്റ്റെമ്മും നമ്മൾ വേറെ പോട്ടിൽ മണ്ണ് നിറച്ച് അത് വെച്ച് കൊടുക്കും. ഇതിന് കണക്ക് കോഡക്സ് ഒന്നും അതിന് വരില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തേക്ക് സാഫ് പുരട്ടി കൊടുക്കും. ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സാഫ് തേക്കുന്നത്. പിന്നെ സാഫ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം കൈ യൂസ് ചെയ്യാതിരിക്കുക, കെമിക്കലാണ്. പിന്നെ എനിക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് കൈ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ നമ്മളുടെ ചട്ടിയിൽ നിന്ന് നമ്മളുടെ അടീന്യത്തിന് ഇളക്കിയെടുക്കാണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ ചട്ടിയിൽ നിന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്. അടീന്യത്തിന് അതിൻ്റെ സ്റ്റെമ്മ് മാത്രമല്ല അതിൻ്റെ വേരും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അടീന്യം പ്ലാന്റിൻ്റെ അതിൻ്റെ ഫ്ലവറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അതിൻ്റെ കോഡക്സ് എന്ന് പറയുന്നത്. കോഡക്സ് നല്ല ബോൺസായി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനെ വേരുകൾ പ്രൂണിങ് ചെയ്ത് നല്ല ബോൺസായി പോട്ട്സിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് അടീന്യം പ്ലാന്റ് നല്ല ബുഷിയായിട്ട് ബോൺസായി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത വേരിൻ്റെ ഭാഗത്തും നമ്മൾ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് തേച്ച് കൊടുക്കണം. ഇനി ഇതിന് മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ പോട്ടി മിക്സ് ആണ്. ഞാനിവിടെ എടുക്കുന്നത് നോർമലായിട്ടുള്ള മണ്ണും കുറച്ച് മണലും ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് ഇവിടെ ഞാൻ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ബോൺസായി ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോട്ടിലാണ് സാധാരണ അഡീനിയം പ്ലാന്റ്സ് ബോൺസായി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടിട്ട് ഈ ഒരു പോട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അടീന്യം വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്കിവിടെ അധികം മൺചട്ടി ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ചട്ടി. ഇനി ഒരു 2-3 വീക്സിൽ രണ്ടിലും പുതിയ മുളപ്പുകൾ